ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് COVID-19 ഡാറ്റയാണ്. നമുക്കതിൻ്റെ എൻഡ് റിസൾട്ട് ഒന്ന് നോക്കാം. COVID-19 ലേറ്റസ്റ്റ് ഡാറ്റ സെറ്റ് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് ടൈം സീരീസ് 19 COVID combined.csv എന്ന് പറഞ്ഞ ഫയലാണ്. ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തി സേവ് ആസ് കൊടുത്താൽ സേവ് ആസ് CSV ഫയൽ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് RStudio ഓപ്പൺ ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത CSV ഫയലുള്ള ഫോൾഡർ വർക്കിംഗ് ഡയറക്ടറി ആയിട്ട് സെറ്റ് ചെയ്യണം. റൈറ്റ് ബോട്ടം കോർണറിൽ നമ്മുടെ CSV ഫയൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് എല്ലാം നമ്മൾ ലോഡ് ചെയ്യണം. ഇനി എങ്ങനെയാ ഡാറ്റ റീഡ് ചെയ്യാന്ന് പറയാം. രണ്ട് മെത്തേഡിലാണ് നമുക്ക് CSV ഫയൽ റീഡ് ചെയ്യാൻ പറ്റുക. ഒന്ന് CSV ഫയലുമേ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ഡാറ്റ സെറ്റ് കൊടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റീഡ് CSV എന്ന് പറഞ്ഞുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് CSV ഫയൽ റീഡ് ചെയ്യാൻ പറ്റും. ഇനി റീഡ് ചെയ്ത ഡാറ്റ ഫ്രെയിം നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ സ്റ്റേറ്റ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ അൺനെസറി കോളംസ് ആണ്. അത് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോവിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റേനെ പൈപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സെലക്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലെയർ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. സെലക്ട് ഫംഗ്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കോളം മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സെലക്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് റീനെയിം ചെയ്യാൻ പറ്റും. ഈ കേസിൽ ഞാൻ കൺട്രി റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിനെ ഞാൻ കൺട്രി എന്ന് പറഞ്ഞ കോളമാക്കി മാറ്റി. ഡാറ്റ ഫ്രെയിം ഒന്ന് നോക്കാം. ഇതിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ ആവശ്യമുള്ളത് ഓരോ കൺട്രിയിൽ അവസാനത്തെ ഒബ്സർവേഷൻ മാത്രമാണ്. അത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീപ്പ് ലെയറിൽ തന്നെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് ബൈയും സമ്മറൈസും. അത് വെച്ച് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കോവിഡ് എന്ന് പറഞ്ഞ ഡാറ്റേനെ നമ്മൾ പൈപ്പ് ചെയ്ത് ഗ്രൂപ്പ് ബൈയിലേക്ക് കൊടുത്തു. ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞാൽ കൺട്രി നെയിം എല്ലാം സെയിം കൺട്രി നെയിം ഉള്ളതിനൊക്കെ ഗ്രൂപ്പ് ചെയ്തു. അതിനുശേഷം അത് പൈപ്പ് ചെയ്ത് സമ്മറൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കൊടുത്തു. സമ്മറൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ 3 വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ഡെത്തിലെ മാക്സ് വാല്യൂ അതിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ റിക്കവറി കൊടുത്ത് റിക്കവറിയിലെ മാക്സ് വാല്യൂ റിക്കവറി എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുക്കും. അതേപോലെ കൺഫേമും കൊടുക്കും. അതിനുശേഷം ഈ ഡാറ്റേനെ നമ്മൾ പൈപ്പ് ചെയ്തിട്ട്
മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിലേക്ക് കൊടുക്കും. മ്യൂട്ടേറ്റ് യൂസ് ചെയ്യുന്നത് പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ആക്റ്റീവ് കേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആക്റ്റീവ് കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൺഫേമിൽ നിന്ന് റിക്കവേർഡ് മൈനസ് ചെയ്താൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡാറ്റ ഫ്രെയിം കിട്ടും. ഈ ഡാറ്റ ഫ്രെയിം ഞാൻ കോവിഡ് സ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് കൊടുക്കുകയാണ്. നമുക്ക് കോവിഡ് സ്റ്റാറ്റ് ചെക്ക് ചെയ്യാം. ഇതിൽ എല്ലാ കൺട്രിയുടെയും കറണ്ട്, ഡെത്ത്, കൺഫേംഡ്, റിക്കവേർഡ്, ആക്റ്റീവ് കേസിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 കൺഫേംഡ് കേസുള്ള കൺട്രീസ് കണ്ടുപിടിക്കാനാണ്. അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് കിട്ടിയ ഡാറ്റ ഫ്രെയിം അത് പൈപ്പ് ചെയ്ത് അറേഞ്ച് എന്ന് പറഞ്ഞ ഡീപ്പ് ലെയർ ഫംഗ്ഷനിലേക്ക് കൊടുക്കണം. അറേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായി യൂസ് ചെയ്യുന്നത് കൺഫേംഡ് ആണ്. ഇതിൽ നമുക്ക് കാണാം കൺഫേംഡ് സോർട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ അഡീഷണൽ റോസ് ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടോപ്പ് 10 ആണ് ആവശ്യമുള്ളൂ. സോ ടോപ്പ് n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ആർഗ്യുമെൻ്റ് 10 കൊടുക്കണം. ഇപ്പം നമുക്ക് ടോപ്പ് 10 കൺഫേംഡ് കേസ് കിട്ടും. ഇനി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ggplot-ആണ്. ggplot-ലെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആണ് എസ്തെറ്റിക്സ്. എസ്തെറ്റിക്സ് യൂസ് ചെയ്യുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എക്സ് ആക്സിസ് കൺട്രി ആയിട്ടും വൈ ആക്സിസ് കൺഫേംഡ് ആയിട്ടും കൊടുക്കും. പിന്നെ കളർ നമ്മൾ കൊടുക്കും. ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻറ്റ് കളർ ചെയ്യും. നമ്മളിപ്പോൾ ഒരു ബാർ പ്ലോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജിയോമെട്രി നമ്മൾ ബാർ കൊടുക്കണം. ജിയോം ബാർ. ഇതിൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റാണ്. അത് ഐഡൻറ്റിറ്റി കൊടുക്കണം. ആ സ്കെയിൽ ചെയ്യുന്നതിൻ്റെ ഇതാണ്. ബട്ട് ഇപ്പോൾ പ്ലോട്ട് ഭയങ്കര വിയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾക്ക് റീഓർഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എക്സ് ആക്സിസിൽ റീഓർഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫേംഡ് കൊടുക്കാം. അപ്പം നമുക്ക് ഓർഡറായിട്ട് കിട്ടും. ഇതിൽ വൈ ആക്സിസിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ നൊട്ടേഷനിലാണ്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് സ്കെയിൽ വൈ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ലേബൽ ഇസിക്കൽ ടു കോമ എന്ന് കൊടുക്കാം. ഇപ്പോൾ വൈ ആക്സിസിലെ നമ്പർ കറക്റ്റായി. ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ജി ടൈറ്റിൽ എന്ന് പറഞ്ഞ ലെയർ കൊടുക്കണം. ഈ കോഡ് യൂസ് ചെയ്തിട്ട് ടോപ്പ് 10 ഡെത്ത്, റിക്കവേർഡ്, ആക്റ്റീവ് കേസസ് ഒക്കെ കണ്ടുപിടിക്കാം. ഈ കൺഫേംഡ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റ് മാത്രം മാറ്റിയാൽ മതി.
ആദ്യം തന്നെ നമ്മൾ മുൻപ് ഗ്രൂപ്പായി യൂസ് ചെയ്ത ലൈൻ കോപ്പി ചെയ്യാം. അതിൽ ഗ്രൂപ്പ് ബൈയിലെ രണ്ടാമതായിട്ട് ഒരു ആർഗ്യുമെൻ്റ് കൂടി കൊടുക്കാം, ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് എല്ലാ ദിവസത്തെയും ഡാറ്റ കിട്ടും. ഇതിനെ പൈപ്പ് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ഫംഗ്ഷനിലേക്ക് കൊടുക്കാം. നമ്മൾ ഡെത്ത് വെച്ച് സോർട്ട് ചെയ്യാം. ഇതിനെ പൈപ്പ് ചെയ്ത് ഫിൽറ്റർ കൊടുക്കാം. ഫിൽറ്ററിൽ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നത് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ എല്ലാ ഡാറ്റയും കിട്ടി. ഇതിന് ഇനി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ggplot എടുത്തു, അസ്തെറ്റിക് ഫംഗ്ഷൻ യൂസ് ചെയ്ത് അതിൽ എക്സും വൈയും കൊടുത്തു. എക്സ് ഡേറ്റ് ആയിട്ടും വൈ ഡെത്ത് ആയിട്ടും. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ലൈൻ ഗ്രാഫാണ്. സോ ജിയോമെട്രി ലൈൻ കൊടുത്തു. കളർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. മുൻപ് ചെയ്ത പോലെ തന്നെ സ്കെയിൽ ചെയ്തു, വൈ ആക്സിസ് സ്കെയിൽ ചെയ്തു. ടൈറ്റിൽ നമുക്ക് കൊടുക്കാം, ടോട്ടൽ ഡെത്ത് ഇൻ ഇന്ത്യ. ഇനി നമ്മളൊരു അടുത്ത ജിയോമെട്രി ലെയർ കൊടുക്കുകയാണ്, പോയിന്റ്. ഈ പോയിന്റിലൂടെയാണ് നമ്മൾ ഇനി അനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസിഷൻ റിവീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ggAnimate ഫംഗ്ഷനാണിത്. ഇതിലേക്ക് ഡെത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡെത്ത് ആർഗ്യുമെൻ്റ് ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനിമേറ്റഡ് ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫ് ക്വാളിറ്റി വളരെ കുറവാണ്. നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ഈ ഗ്രാഫ് ആദ്യം ഒരു വേരിയബിളിലേക്ക് കൊടുക്കുക. അനിമേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ വേരിയബിൾ കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ്, വിഡ്ത്ത്, FPS, റെസൊല്യൂഷനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് റെൻഡർ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ക്വാളിറ്റിയുള്ള ഗ്രാഫ് കിട്ടി. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ കൺട്രീസിൻ്റെ ലൈൻ ഗ്രാഫാണ്. മുൻപ് ചെയ്ത അതേ ലൈൻ കോപ്പി ചെയ്യുക. ഫിൽട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഓർ എന്ന് പറഞ്ഞ സിമ്പൽ യൂസ് ചെയ്യുക. ഇതിലേക്ക് മൾട്ടിപ്പിൾ കൺട്രീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ US-ഉം ബ്രസീലും റഷ്യയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടി. ഇതിനെ നമുക്കിനി വിഷ്വലൈസ് ചെയ്യാം. അതിനായിട്ട് മുകളിലെ കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. ഇതിലെ എസ്തെറ്റിക്സിൽ കളർ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റും കൂടി കൊടുക്കാം. അത് കൺട്രി ആയിട്ട് സെറ്റ് ചെയ്യാം. റെൻഡറിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ മൾട്ടിപ്പിൾ കൺട്രീസിൻ്റെ ലൈൻ ഗ്രാഫ് കിട്ടി. മുൻപ് ചെയ്ത പോലെ ഇതിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അനിമേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ കൺട്രീസിലെ ബാർ പ്ലോട്ടാണ്. അതിന് മുൻപത്തെ ലൈനിലെ കൺട്രി ഫിൽട്ടർ വരെ കോപ്പി ചെയ്യുക.
അതിനുശേഷം മുകളിൽ നമ്മൾ ബാർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ആ കോഡും കോപ്പി ചെയ്യുക. അഡീഷണലായിട്ട് നമ്മൾ ട്രാൻസിഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ കൂടി ആഡ് ചെയ്യണം. അതിൽ ഡേറ്റ് ആർഗ്യുമെൻ്റ് ആയി കൊടുക്കണം. പിന്നെ ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ കൂടി കൊടുക്കണം. അതിൽ ടൈറ്റിൽ കൊടുക്കുക. സബ് ടൈറ്റിൽ നമ്മൾ 2 കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ഫ്രെയിം ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ബാർ പ്ലോട്ട് അനിമേറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം. ഈ അനിമേറ്റഡ് ഗ്രാഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീം സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് നെയിം മാത്രം ആർഗ്യുമെൻ്റായി കൊടുത്താൽ മതി. നൗ വി ആർ ഡൺ. ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.